വിഷു അടുത്തതോടെ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. യാത്രക്കാരും ആംബുലൻസുകളും കുരുക്കിൽപ്പെടുന്നത് പതിവാകുന്നു. ഗതാഗതം നിയന്ത്രിക്കാനായി നിയോഗിച്ച ഹോംഗാർഡുകളെ മറ്റു ജോലികൾക്കായി പറഞ്ഞയച്ചത് ഗതാഗത കുരുക്കിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. സ്റ്റേഷനു പുറത്തുള്ള ജോലി നോക്കേണ്ടവരാണ് ഹോംഗാർഡുകൾ. പ്രധാനമായും ട്രാഫിക് നിയന്ത്രണമാണ് ഇവരുടെ ജോലി. തിരക്കുള്ള സമയങ്ങളിൽ ഹോംഗാർഡിനെ കൂടാതെ 2-3 പോലീസുകാർ കൂടി വേണമെന്നിരിക്കെയാണ് ഇവിടെ ചുമതലയിലുണ്ടായിരുന്ന 2 ഹോംഗാർഡുകളെ പോലീസ് മറ്റാവശ്യങ്ങൾക്ക് നിയോഗിച്ചത്. അന്തിക്കാട്, വാടാനപ്പള്ളി, ഗുരുവായൂർ എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്നതും വരുന്നതുമായ വാഹനങ്ങളെത്തുന്ന സ്ഥലമാണ് കാഞ്ഞാണിയിലെ പ്രധാന ജംഗ്ഷൻ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ തൃശൂർ വാടാനപ്പള്ളി റോഡും ഏനാമാവ് ഗുരുവായൂർ റോഡും അന്തിക്കാട് പെരിങ്ങോട്ടൂർ റോഡും ഒത്തുചേരുന്ന കാഞ്ഞാണി ജംഗ്ഷനിൽ കഴിഞ്ഞ 3 മാസമായി ഹോംഗാർഡില്ല. ദൈനംദിനമായി വാഹനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ബ്ലോക്കാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആംബുലൻസ് ബസ്സുകാർ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നു. ആവശ്യമുള്ള പോലീസിനെയോ ഹോംഗാർഡിനോ കാഞ്ഞാണി സെന്ററിൽ വിന്യസിച്ച് ഈ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ആംബുലൻസുകളടക്കം കാഞ്ഞാണിയിലെത്തി മുന്നോട്ടു പോകാതെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് പലവട്ടം മാധ്യമങ്ങളിലും വാർത്തകളായിരുന്നു. വിഷുവെത്തിയതോടെ പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഈ പ്രദേശത്തേക്ക് പോലീസ് തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അമൃത ന്യൂസ്, തൃശൂർ.